ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന ടേമിനെ കുറിച്ചാണ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ്? ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഓൺലൈൻ മാർക്കറ്റിംഗ് ഈസ് അഡ്വർടൈസിംഗ് ആൻഡ് സെല്ലിംഗ് പ്രൊഡക്റ്റ് ഓൺ ദ ഇൻ്റർനെറ്റ് ത്രൂ ഇമെയിൽ ആൻഡ് ത്രൂ വയർലെസ് മീഡിയ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓൺലൈൻ മാർക്കറ്റിംഗ്, വെബ് മാർക്കറ്റിംഗ്, സൈബർ മാർക്കറ്റിംഗ് ആൻഡ് ഇലക്ട്രോണിക് മാർക്കറ്റിംഗ്. ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നാൽ ഇൻ്റർനെറ്റിലൂടെയോ അല്ലെങ്കിൽ ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ വയർലെസ് മീഡിയയിലൂടെയോ പ്രൊഡക്റ്റുകളെ അല്ലെങ്കിൽ സർവീസിനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയും അതിനെ സെയിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓൺലൈൻ മാർക്കറ്റിംഗ്, വെബ് മാർക്കറ്റിംഗ്, സൈബർ മാർക്കറ്റിംഗ് ഓർ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ്. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുകൂടി അറിയപ്പെടുന്നു. വെബ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സൈബർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അതായത് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റുകളെ സെയിൽ ചെയ്യുകയും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ടൂൾസ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. പലതരം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു 9 പോയിന്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് സെർച്ച് അഡ്വർടൈസ്മെൻറ്റ്സ്. എന്താണ് സെർച്ച് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇവിടെ നോക്കാം. നമ്മൾ സാധാരണ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഐറ്റംസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ സെർച്ച് എഞ്ചിൻ്റെ അല്ലെങ്കിൽ സെർച്ച് റിസൾട്ട്സിൻ്റെ കൂടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണാം. അതായത് ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിംഗ് സൈറ്റിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് സൈഡ് കാണാൻ പറ്റും. ഇങ്ങനെ പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സെർച്ച് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഒരു പ്രൊഡക്റ്റിനെ സെർച്ച് ചെയ്യുന്ന സമയത്ത്, സെർച്ച് എഞ്ചിനിലൂടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് സെർച്ച് എഞ്ചിൻ പല സൈറ്റുകളുടെയും റിസൾട്ട് കാണിക്കുമല്ലോ. അതിൽ നമ്മുടെ സൈറ്റ് വന്നു ചേരാൻ ആ റിസൾട്ടിൽ നമ്മുടെ സൈറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ കസ്റ്റമറിന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, ഇംപ്രൂവൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കസ്റ്റമർ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനിൽ ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് റിസൾട്ടിൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ വെബ്സൈറ്റിനെ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിസ്പ്ലേ ആഡ്സ്. നമ്മൾ സാധാരണയായി ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സാധാരണ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡിസ്പ്ലേ ആഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. മാതൃഭൂമി എന്നുള്ളൊരു വെബ്സൈറ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ ഒരു ബോക്സ് കാണുന്നുണ്ട് അല്ലേ? ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബോക്സ് കാണുന്നുണ്ട്. എന്താണ്? ഇമ്മ്യൂണിറ്റി കെയർ, അത് ഷോപ്പ് നൗ എന്നെല്ലാം പറഞ്ഞിട്ട് കോട്ടക്കൽ അവരുടെ ഒരു പരസ്യം കാണുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റ്. ഇതിനാണ് എന്ത് പറയുന്നത്? ഡിസ്പ്ലേ ആഡ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇമെയിൽ മുഖാന്തരം, കസ്റ്റമേഴ്സിൻ്റെ ഇമെയിൽ മുഖാന്തരം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രൊമോഷൻ ചെയ്യുന്നത്, പ്രൊഡക്റ്റിനെ അവരെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രൊഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രൊഡക്ട്സിനെ അല്ലെങ്കിൽ സർവീസിനെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. യൂട്യൂബ്, അതുപോലെ തന്നെ ട്വിറ്റർ, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്? പലതരം അഡ്വർടൈസ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് ഉദാഹരണമാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് വെബ് മാർക്കറ്റിംഗ്. വെബ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സാധാരണ
ഏതെങ്കിലും ഒരു പ്രത്യേക സൈറ്റുകൾ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് ഉണ്ടാവും. അവരെന്ത് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും. ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് ഏജൻസി, അതുപോലെ തന്നെ വെബ്സൈറ്റ്, ഇ കൊമേഴ്സ് വെബ്സൈറ്റ്, അതൊക്കെ എന്തിനാണ്? മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി മാത്രം, അഫിലിയേറ്റഡ് ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ആ ഒരു വെബ് മാർക്കറ്റിംഗ് പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? വെബ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അവരെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വെബ് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഇനി ഇൻ ഗെയിം അഡ്വർടൈസിംഗ്. ഇൻ ഗെയിം അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരം ഗെയിം കളിക്കുന്ന മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ പലതരം അഡ്വർടൈസ്മെന്റ് പോപ്പപ്പ് ചെയ്യാറുണ്ട് അല്ലേ? ആ ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? ഇൻ ഗെയിം അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. ഗെയിമിനിടയിൽ ബ്രാൻഡുകളുടെ അഡ്വർടൈസ്മെന്റിനെ കാണിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഇൻ ഗെയിം അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. എന്താണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്നാൽ നോക്കാം. ഇവിടെ നോക്കുക, ഈ ഒരു പിക്ചർ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇവിടെ സെർച്ച് ചെയ്തിട്ടുള്ള സമ്മർ ഷൂസ് എന്ന ഒരു ടേമാണ് നമ്മൾ ഇവിടെ സെർച്ച് ചെയ്തിരിക്കുന്നത്. സെർച്ച് ചെയ്യുന്ന സമയത്ത് പല പ്രൊഡക്റ്റിൻ്റെയും റിസൾട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എന്തുണ്ട്? സമ്മർ ഷൂസ് അറ്റ് സാപ്പോസ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ പല സൈറ്റും നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഒരു റൗണ്ടിൽ കാണിച്ചത് കണ്ടോ? ആഡ് എന്ന് എഴുതിയിട്ട് കണ്ട? അതാണ് എന്ത്? ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങിന് ഒരു ഉദാഹരണം. അതായത് ഇങ്ങനെയുള്ള സൈറ്റ് പെട്ടെന്ന് എന്തായിരിക്കില്ല, ഓട്ടോമാറ്റിക്കായി കാണിക്കുന്നതല്ല. അത് ഓൾറെഡി പേയ്മെന്റ് ചെയ്തുകൊണ്ട് ഈ സെർച്ച് എഞ്ചിനിൻ്റെ കമ്പനിക്ക്, ഇപ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന കമ്പനിക്ക് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നമ്മുടെ സൈറ്റിനെ പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സൈറ്റിനെ ഫസ്റ്റായി കാണിക്കും. അവർ ആഡ് എന്ന് എഴുതിയിട്ട് കാണിക്കുകയും ചെയ്യും. പക്ഷെ എന്തായിരിക്കും? അത് ഒരു നോർമൽ കോഴ്സ് ഓഫ് ആക്ഷൻ കാണിക്കുന്ന ഒരു റിസൾട്ട് അല്ല. അതെന്താണ്? അഡ്വർടൈസ്മെന്റ് പ്രകാരം, അതായത് നമ്മൾ ഒരു പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യും? ആ ഒരു സൈറ്റിനെ, നമ്മുടെ സൈറ്റിനെ നേരത്തെ കാണിക്കും. ആ ഏറ്റവും ടോപ്പ് ലെവലിൽ നമ്മുടെ സൈറ്റിനെ കാണിക്കും. അങ്ങനെയുള്ള ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എന്ത് പറയുന്നത്? മെത്തേഡാണ് എന്ത് പറയുന്നത്? സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു കമ്പനിയിൽ ഇല്ലാത്ത ഒരാളെ റിക്രൂട്ട് ചെയ്യാം. അതായത് അവർ ഈ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യും? ഒരു കമ്മീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിവാർഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇ കൊമേഴ്സ്. എന്താണ് ഇ കൊമേഴ്സ്? അതിൻ്റെ മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഇ കൊമേഴ്സ് മീനിങ് എന്താണ്? ഇ കൊമേഴ്സ് റെഫേഴ്സ് ടു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗൂഡ്സ് ഓർ സർവീസസ് ത്രൂ ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലൂടെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസിനെ എന്ത് ചെയ്യുന്നുണ്ട്? വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഇ കൊമേഴ്സ്. എന്തൊക്കെയാണ് ഇ കൊമേഴ്സിൻ്റെ ഫീച്ചേഴ്സ്? ഒന്ന്, യൂബിക്വറി. ഇ കൊമേഴ്സ് എന്താണ്? അവൈലബിൾ അറ്റ് എനി ടൈം ഫ്രം എനിവെയർ ഇൻ ദ വേൾഡ്. അല്ല, ഏത് സമയത്തും ഏത് സ്ഥലത്തും അവൈലബിൾ ആണ്. ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഉള്ള ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ, ഏത് സമയത്തും എന്ത് ചെയ്യാൻ പറ്റും? ഇ കൊമേഴ്സിൽ ഏർപ്പെടാൻ പറ്റും. അതാണ് യൂബിക്വിറ്റി എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് ഇ കൊമേഴ്സിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് എന്താണ്? ഗ്ലോബൽ റീച്ച്. നമ്മളെ ഗ്ലോബൽ, അതായത് ഈ ഭൂഗോളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏത് ഒരു സ്ഥലത്തും റീച്ച് ഉണ്ട് അല്ലേ? അതായത് ഒരു ബൗണ്ടറി ഇല്ല. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് അമേരിക്കയിൽ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ സെയിൽ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതാണ് എന്ത് പറയുന്നത്? ഗ്ലോബൽ റീച്ച് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്സ്. എന്താണ് പറയുന്നത്? ഇന്റർനെറ്റ് ഹാസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹൗ ഇൻഫർമേഷൻ ഈസ് പ്രസന്റഡ്. അല്ലെ, ഒരു ഇന്റർനെറ്റിൽ എന്താണ്, ഒരു വെബ്സൈറ്റിൽ എങ്ങനെയായിരിക്കണം ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലെ. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ കമ്പനിയും എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവരുടെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്. ആ ഒരു
യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് എന്താണ് എല്ലാ കമ്പനിയുടെയും വെബ്സൈറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടൽ ഇ കൊമേഴ്സ് പോർട്ടൽ എന്തായിരിക്കും ഒരേ പോലെയുള്ള ഒരേ തരത്തിലുള്ള ഒരു പ്രോട്ടോക്കോൾ ആയിരിക്കും അവർ പിന്തുടരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻഫർമേഷൻ ഡെൻസിറ്റി. എന്താണ്? ഇറ്റ് മേക്സ് ഇൻഫർമേഷൻ ആക്യുറേറ്റ് ആൻഡ് ഇൻഎക്സ്പെൻസീവ് ആൻഡ് പ്ലെൻറ്റിഫുൾ. അതായത് നമുക്ക് ഇൻ്റർനെറ്റിൽ പലതരം ഡാറ്റ അവൈലബിൾ ആണെങ്കിലും എന്താണ് നമുക്ക് ആവശ്യമുള്ള ആ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇ കൊമേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അല്ലേ. അത് എന്താണ്? ഇൻഎക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ പ്ലെൻറ്റിഫുൾ ആണ്. നമുക്ക് പലതരം വെബ്സൈറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടൽ അവൈലബിൾ ആണെങ്കിൽ അതെല്ലാം നമുക്ക് എന്തുണ്ട്, ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഇ കൊമേഴ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ സൈറ്റുകളും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ആക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇൻ്ററാക്ടിവിറ്റി. അതായത് ഹെൽപ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് ബിസിനസ് അല്ലേ. കസ്റ്റമേഴ്സിന് അങ്ങോട്ടേക്ക് അവരുടെ സ്പെസിഫിക്കേഷൻ കൃത്യമായി പറയാനും അതുപോലെ തന്നെ ബിസിനസ്സിന് കസ്റ്റമേഴ്സിന് ആവശ്യമായ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. അത് പരസ്പരം ഒരു ഇൻ്ററാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇ കൊമേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പേഴ്സണലൈസേഷൻ. എന്താണ് പറയുന്നത്? മാർക്കറ്റിംഗ് മെസ്സേജസ് ക്യാൻ ബി പേഴ്സണലൈസ്ഡ് ടു എ സ്പെസിഫിക് കസ്റ്റമർ. അതായത് ഓരോ കസ്റ്റമേഴ്സിനും ലഭ്യമാക്കുന്ന ആ ഒരു മെസ്സേജസ് അവർക്ക് ആവശ്യമുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജസ് അയക്കാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇ കൊമേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് സാധാരണ നമ്മുടെ മെയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും പലതരം അഡ്വർടൈസ്മെൻറ്റും അല്ലെങ്കിൽ പ്രൊമോഷണൽ മെസ്സേജസ് നമുക്ക് വന്നിട്ടുണ്ടാകും. അതൊക്കെ എന്തായിരിക്കും, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും അതിൽ വന്നിട്ടുണ്ടാകുന്നത്. നമുക്ക് കൂടുതലായിട്ടുള്ള പലതരം ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യില്ല. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് മാത്രമായിരിക്കും അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് ഈ ഒരു പേഴ്സണലൈസേഷൻ എന്നുള്ള ഒരു ഫീച്ചറാണ്, ഇ കൊമേഴ്സിൻ്റെ പേഴ്സണലൈസേഷൻ എന്നുള്ള ഒരു ഫീച്ചറാണ് ഇത് സാധ്യമാക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്താണ്? റിച്ച്നെസ്. എന്താണ് റിച്ച്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇ കൊമേഴ്സ് ഈസ് ഏബിൾ ടു പ്രൊവൈഡ് എ വെറൈറ്റി ഓഫ് മെസ്സേജസ് ആൻഡ് മീൻസ് ടു എൻഹാൻസ് കസ്റ്റമേഴ്സ് എക്സ്പീരിയൻസ്. കസ്റ്റമേഴ്സിൻ്റെ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആവശ്യമായ മെസ്സേജസ് അതുപോലെ തന്നെ മറ്റുള്ള ഉപാധികൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ത്, ഇ കൊമേഴ്സ്. അതാണ് പറയുന്നത് റിച്ച്നെസ് എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇ കൊമേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഇനി വരാൻ പോകുന്ന പല തലമുറയും ഇനി ഇ കൊമേഴ്സിൻ്റെ ആ ഒരു വഴിയിലായിരിക്കും മുന്നോട്ട് പോവുക അല്ലേ. അപ്പം ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.